ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബേസിക് ആൾജിബ്രയാണ് എടുക്കുന്നത്. അതായത് നമുക്ക് 9ാം ക്ലാസ്സിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. 6th മുതൽ തന്നെ ആൾജിബ്ര തുടങ്ങുന്നുണ്ട്, ബീജഗണിതം തുടങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ബീജഗണിതം എന്ന് വെച്ചാല്, ബീജഗണിതം എന്ന് പറഞ്ഞാല് ചിലപ്പോ സംഖ്യകൾക്ക് പകരം സംഖ്യകൾ അറിയാത്ത ചില സാഹചര്യങ്ങൾ നമുക്ക് വന്നേക്കാം അല്ലെ. അങ്ങനെ സംഖ്യകൾ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിക്കും. ഇങ്ങനെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണിത രീതിയാണ് എന്ത്? ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്ര അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഭാഷാവാചകം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഫോം, ഈ കോളത്തില് ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്ര. ഓക്കെ. അപ്പൊ ഒരു സംഖ്യയോട് 2 കൂട്ടിയാൽ 25 കിട്ടും. ഏതോ ഒരു സംഖ്യയോട് 2 കൂട്ടിയാൽ 25 കിട്ടും. അപ്പൊ നമുക്ക് ഏതാണ് സംഖ്യ എന്ന് അറിയില്ല. അതിന്റെ ബീജഗണിത രൂപം എഴുതണമെങ്കിൽ ആ സംഖ്യക്ക് പകരം എക്സ് എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ എങ്ങനെ എഴുതണം? 2 കൂട്ടിയാൽ എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? എക്സിനോട് 2 കൂട്ടിയാൽ എക്സ് പ്ലസ് 2 അല്ലെ. അപ്പൊ എക്സ് കൂട്ടണം 2. ഒരു സംഖ്യയോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? 25 കിട്ടും. കിട്ടും എന്നുള്ളതിന് സമം ഇടുക, സമം 25. ഇതാണ് എന്ത്? ഇതിന്റെ ബീജഗണിത രൂപം. ഓക്കെ. ഇനി ഇതേപോലെ ഒരു സംഖ്യയിൽ നിന്ന് അടുത്തത് ഒരു സംഖ്യയിൽ നിന്ന് 4 കുറച്ചാൽ 100 കിട്ടും. അതെങ്ങനെ എഴുതാം? ഇതേപോലെ സംഖ്യയെ എക്സ് എന്ന് എഴുതാം. 4 കുറച്ചാൽ അപ്പൊ എക്സ് മൈനസ് 4 സമം 100 അല്ലെ. അപ്പൊ സംഖ്യന എക്സ് എന്ന് എഴുതുക, 4 കുറച്ചാൽ എക്സ് മൈനസ് 4 എന്ന് എഴുതുക, സമം 100 എന്ന് എഴുതാം. 100 കിട്ടും അല്ലെ. അടുത്തത് അതിന്റെ ഇംഗ്ലീഷ്, 4 is subtracted from a number get 100. അടുത്ത് നോക്കാം, ഒരു സംഖ്യയുടെ വർഗം, സംഖ്യനെ എക്സ് എന്ന് വിചാരിക്കാം. വർഗം എന്ന് പറഞ്ഞ് നമുക്കറിയാം സംഖ്യയുടെ 2ാം കൃതിയാണ് ആ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സംഖ്യ എക്സ് ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. ഇവിടെ എക്സ് മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ. ഏത് അക്ഷരം വേണം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വൈ ഉപയോഗിക്കാം, ഏത് ഉപയോഗിക്കാം, എ മുതൽ സെഡ് വരെയുള്ള അക്ഷരങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കൂടുതൽ ടെക്സ്റ്റില് ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ. സംഖ്യകളുടെ വർഗങ്ങളുടെ തുക, അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 numbers. അപ്പൊ ഒരു നമ്പറിന്റെ സ്ക്വയർ എന്നാണെങ്കിൽ നമ്മൾ അതിനെ എക്സ് സ്ക്വയർ എന്ന് എഴുതും. 2ാമത്തെ നമ്പറിന് വൈ എന്ന് എഴുതാം. അപ്പൊ വൈ സ്ക്വയർ, 2ാമത്തെ നമ്പറിന്റെ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പൊ 2 നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ തുക അല്ലെ, 2 സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. അതിനെങ്ങനെ എഴുതാം? ഒരു സംഖ്യയുടെ വർഗം എക്സ് സ്ക്വയർ അല്ലെ, തുക എന്നുള്ളതിന് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് എന്ത്? 2 സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്നുള്ളതിന്റെ ആൾജിബ്രൈക്ക് ഫോം. ഇനി ഇതുപോലെ 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്നാണെങ്കിലോ എങ്ങനെ എഴുതേണ്ടത്? നമ്മള് ഇതേപോലെ 2 സംഖ്യകളുടെ വർഗങ്ങൾ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും വ്യത്യാസം എന്നാണെങ്കിൽ മൈനസ് ചേർത്താൽ മതി. ഓക്കെ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എങ്ങനെയാണ് ചേർക്കേണ്ടത്? ഓക്കെ. അടുത്തത്, ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് 3 കുറച്ചാൽ 17 കിട്ടും. ഒരു സംഖ്യയുടെ 5 മടങ്ങ്, അപ്പൊ സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ 5 മടങ്ങ് എത്ര? 5x അല്ലെ. പിന്നെ 5 മടങ്ങിൽ നിന്ന് എത്ര കുറക്കുന്നത്? 3. അപ്പൊ എങ്ങനെ കിട്ടും? 5x മൈനസ് 3 കിട്ടും എന്നുള്ളതിന് സമം അല്ലെ, സമം 17. 5x മൈനസ് 3 സമം 17. അപ്പൊ എങ്ങനെ അതിന്റെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു നോക്ക്. 3 is subtracted from 5 times of a number. 3 is subtracted from 5 times of a number get 17. ഓക്കെ. അടുത്തത്, സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന് ഒരു ചിഹ്നം ഉണ്ടല്ലോ, നമുക്കറിയില്ല സ്ക്വയർ റൂട്ടിന്റെ ചിഹ്നം. ആ റൂട്ട് എഴുതിയിട്ട് അതിനകത്ത് എക്സ് എന്ന് എഴുതിയാൽ മതി അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ, ഒരു നമ്പറിന്റെ വർഗമൂലം എന്നുള്ളതിന്റെ ആൾജിബ്രൈക്ക് ഫോം ആണ് ഇത്, റൂട്ട് എക്സ്. അപ്പൊ ഈ രീതിയിലുള്ള ഭാഷാവാചകത്തെ ആൾജിബ്രൈക്ക് ഫോമിലേക്ക് എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതേപോലെ തിരിച്ചും, ഇതുപോലെ കണ്ടതിനെ, ഈ ആൾജിബ്രൈക്ക് ഫോമിൽ കണ്ടതിനെ തിരിച്ചും നമുക്ക് എന്ത് പറ്റണം? ഭാഷാവാചകത്തിലേക്ക് എഴുതാനും കൂടെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ വളരെ ഫ്ലുവന്റ് ആവും ഈ കാര്യത്തില്. നമുക്ക് പെട്ടെന്ന് തന്നെ
അതിന്റെ ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ വേണ്ടി പറ്റും. പക്ഷവാചകം കണ്ടാല് പിന്നെ ഓൾജിബ്രയ്ക്ക് ഫോം എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഈ ടൈപ്പ് ഒന്ന് നല്ലോണം മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ, എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായി നിങ്ങൾക്ക്? ഇത് നമുക്ക് 9ാം ക്ലാസ്സിലും എല്ലാ ആൾജിബ്ര പഠിക്കുമ്പോഴൊക്കെ ഇത് അതിന്റെ ബേസ് ആണ്. അപ്പൊ അതിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ എടുത്തത്. ഓക്കെ.